അപ്പൊ അള്ളാഹുവിന് എവിടെയാണ് കുടുംബമുള്ളത്? അള്ളാഹുവിന് കുടുംബമുണ്ട്. ആരാണത്? നബിതങ്ങളിത് പറയുമ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന് കുടുംബമോ നബിയെ? അള്ളാഹുവിന് ഫാമിലി ഉണ്ടോ? നബിതങ്ങൾ പറഞ്ഞു, അതെ, അള്ളാഹുവിന് ഫാമിലിയുണ്ട്, കുടുംബമുണ്ട്. നാളെ പരലോകത്ത് മഹ്ശറ വൻസഭയിൽ കോടാനുകോടി 10 കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചില ആളുകളെ മാറ്റി നിർത്തുകയാണ്. എവിടെ എന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുന്നു അള്ളാഹുവിന്റെ കുടുംബക്കാരാരാണെന്ന്. എല്ലാവരും അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി എല്ലാവരും പരക്കം പായുമ്പോ അതാ ചില സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, ചില ചെറുപ്പക്കാർ, ചില വയസ്സന്മാരായ ആളുകൾ, ചില ഉമ്മമാരിതാ കടന്നു വരികയാണ്. അവരാരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആരാണ് അള്ളാഹുവിന്റെ കുടുംബക്കാർ? അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെടുന്നവരാണ്. ഖുർആന്റെ അഹ്ലുകാരാണ് അള്ളാഹുവിന്റെ കുടുംബക്കാർ. ഖുർആനിന്റെ അഹ്ലുകാരാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിനെ സ്നേഹിക്കുന്നവൻ, ഖുർആൻ ഓതുന്നവൻ, ഖുർആൻ കേൾക്കുന്നവൻ, ഖുർആൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളായ ഹാഫിളീങ്ങളെ സ്നേഹിക്കുന്നവൻ, അവരാണ് ഖുർആന്റെ അഹ്ലുകാരെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്.